എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇടിവ് തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ടെക്നിക്കൽ ആസ്പെക്ട് കൂടി പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ഈ ഒരു സെഷനിൽ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. പ്രദീപ് സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ജാസ്മിൻ. മോർണിംഗ് പ്രദീപ് സർ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 24,800 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലും കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. 100-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവ് നിഫ്റ്റി 50-ൽ കാണുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് കൈവിട്ടത് കൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ഒരു സെല്ലിംഗ് പ്രഷറാണോ സാർ എക്സ്പെക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ? ജാസ്മിൻ, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട് ഇത്രയും വലിയൊരു ഇടിവിന് ശേഷം പോലും. ബട്ട് ഷോർട്ട് ടേമിൽ തീർച്ചയായിട്ടും നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് 24,800 താഴെ പോയി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു പ്രോബ്ലം വരാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ വൈകിട്ട് ആകുമ്പോഴേക്കും റിക്കവറി നടക്കുമായിരുന്നു. പ്രദീപ് സർ, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 54,641 എന്നുള്ളൊരു നിലയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി അപേക്ഷിച്ച് ഒരു അല്പം കൂടി സെല്ലിംഗ് പ്രഷർ കൂടുതലാണ്. ഏതാണ്ട് 0.5% കൂടുതലുള്ള ഒരു ഇടിവ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസസ് ആണ് സാർ കാണുന്നത്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായി തന്നെ തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട 54,400, 54,700 ഈ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്യാതെ അടുത്ത 2 സെഷൻ തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മൈ എക്സ്പെക്ടേഷൻ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു റിക്കവറി കാണാൻ സാധിക്കും. പ്രദീപ് സർ, ഇന്ന് ഏറ്റവും അധികം ഫോക്കസിൽ ഉണ്ടായിരുന്നത് ഫാർമ ഇൻഡെക്സ് തന്നെയാണ്. തുടക്കത്തിൽ 2.5%-ലധികം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഒന്ന് റീബൗണ്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. 1.38%-ലേക്ക് ഫാർമ ഇൻഡെക്സിന്റെ ഒരു ഇടിവ് എത്തി നിൽക്കുകയാണ്. ഏതായാലും ഫാർമ ഇൻഡെക്സിലുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? നിലവിലത്തെ ഒരു പാനിക് സെല്ലിംഗ് ആയിട്ടാണോ കാണുന്നത്? നിഫ്റ്റിയുടെ ഫാർമ ഇൻഡെക്സ് നമ്മൾ കഴിഞ്ഞ 3-4 മാസത്തെ പാറ്റേൺ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി ഒരു സ്ട്രെങ്ത്തും ആ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഇന്ന് മാത്രമല്ല, എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 5-6 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ ഇൻഡെക്സിൽ ഓൾറെഡി വീക്ക്നെസ് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിഫ്റ്റി ഫാർമ ഇൻഡെക്സിൽ ആ ഒരു ഗ്യാപ് ഡൗൺ കിട്ടിയതിന് ശേഷം ലോങ് ടേം ട്രെൻഡ് പോലും കുറെ കൂടെ ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 21,300 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. പ്രദീപ് സർ, ഫാർമ ഇൻഡെക്സിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നാറ്റ്കോ ഫാർമയെ കുറിച്ചാണ്. ഇന്ന് ഇൻഡെക്സിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത് 3%-ൽ കൂടുതൽ നാറ്റ്കോ ഫാർമ തന്നെയാണ്. 813 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ടെക്നിക്കലി നാറ്റ്കോ ഫാർമയുടെ നിലവിലത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? നാറ്റ്കോ ഫാർമയുടെ ട്രെൻഡ് നമ്മൾ ലോങ് ടേമിൽ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നാറ്റ്കോ ഫാർമ ഇന്നല്ല, ആക്ച്വലി 2024 തുടക്കം മുതൽ തന്നെ നാറ്റ്കോ ഫാർമയിൽ വലിയ സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നാറ്റ്കോ ഫാർമയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് കാണുന്ന 800 rupees ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് ഇന്ന് 1% നേട്ടം രേഖപ്പെടുത്തുന്നത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ലിത്തിയം അയൺ ബാറ്ററികൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് എക്സൈഡ് എന്നുള്ളത് തന്നെയാണ്. ബാംഗ്ലൂരിൽ അതിനായിട്ടുള്ള ഒരു പുതിയ പ്ലാന്റ് സ്ഥാപിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. എക്സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഇയർ October 14 അവിടെ നിന്നും കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ആ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ചാൻസസ് ടെക്നിക്കലി എത്രമാത്രം സപ്പോർട്ടീവാണ്? എക്സൈഡിന്റെ കേസിൽ ഓഗസ്റ്റ് അവസാനം മുതൽ തന്നെ നമുക്ക് നല്ല ബൈങ് ഇൻട്രസ്റ്റ് എക്സൈഡിൽ മാത്രമല്ല അമരരാജ ബാറ്ററീസിലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ആ ഒരു വലിയ മുന്നേറ്റത്തിന് ശേഷം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ 2 സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 378 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
പ്രദീപ് സർ, അദാനി പവറിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് 1.41% ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകൾ ഹിൻഡൻബർഗ് വിഷയത്തിലൊക്കെ തന്നെ വന്നതിന് ശേഷം ഒരു റീബൗണ്ട്, ബൗൺസ് ബാക്കും ഒക്കെ തന്നെ നമ്മൾ അഡാനി ഫുൾ സ്റ്റോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ കാണുന്നത് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമാണോ? എനി അതർ ഓപ്പർച്യൂണിറ്റി ടു എൻറ്റർ? അഡാനി പവർ മാത്രമല്ല, അഡാനിയുടെ ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അഡാനി പവറിന്റെ സ്പെസിഫിക് കേസിൽ ഓഗസ്റ്റില് 111 ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു 182 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയത്. നാച്ചുറലി അത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് പ്രോഫിറ്റ് ടേക്കിംഗ് ഈസ് ഹാപ്പനിങ്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓൺലി തിങ് ഇസ് നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി എല്ലാ അഡാനി സ്റ്റോക്സിലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് ഇന്ന് നിഫ്റ്റി 50-ൽ ഏറ്റവും അധികം ലാഗ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സൺഫാർമ തന്നെയാണ്. 2% കൂടുതലുള്ള ഒരു ഇടിവിലേക്ക് സൺഫാർമ പോകുന്നുണ്ട്. ഈ ഒരു ഇടിവിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എസ്പെഷ്യലി സൺഫാർമ? സൺഫാർമയുടെ കേസിൽ നിഫ്റ്റി ഫാർമ ഇൻഡെക്സിനെ പോലെ തന്നെ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ എനിക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രദീപ് സർ, അവസാനമായിട്ട് ഈ ഒരു നിലവിലത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല. എങ്ങനെയാണ് സാറ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒപ്പം നിലവിൽ ഏതെങ്കിലും സ്റ്റോക്കോ സെഗ്മെന്റോ സാറിന്റെ ഫോക്കസിലുണ്ടോ? ജാസ്മിൻ, ഐ ഡോണ്ട് എഗ്രി ദാറ്റ് നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ഡയറക്ഷൻ ഇല്ല എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി 50യുടെ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നിഫ്റ്റി 50യിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ടേക്കിംഗ്. അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നിഫ്റ്റി 50യെ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റി 50യിൽ നമുക്ക് ഓഗസ്റ്റ് അവസാനം 24,400 പോയിന്റിലായിരുന്നു വളരെ മേജർ ആയിട്ടൊരു ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാനിടയായി. ഓൺലി തിങ് ഇസ് കറന്റ്ലി നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24,400, 24,700 ഈ റേഞ്ചിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന്. ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലോ റിസ്കിൽ ഒത്തിരി ബൈങ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും.